ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീബിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ മനോഹരമായ കഥകൾ കേൾക്കും. പല കഥകളും നമ്മളുമായിട്ട് സാമ്യമുണ്ടെന്ന് തോന്നും. പല കഥാപാത്രങ്ങളും നമ്മളോട് ജീവിക്കും. പല കഥാപാത്രങ്ങളുടെയും ജീവിതം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ളതാണ്. അങ്ങനെ 51 പ്രമേയങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. 51 വിവിധ തരം കഥകൾ, അതിൽ കവിതകളും ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ലാബ്സൻ സാറിലൂടെ പുതിയൊരു കഥ നമുക്ക് കേൾക്കാം. തീർച്ചയായിട്ടും കഥകൾ കേൾക്കുന്നത് എപ്പോഴും നമുക്ക് ഇഷ്ടമാണ്. കഥകളിലെ ആ യഥാർത്ഥത്തിലുള്ള മർമ്മം അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സ്പർശിക്കുകയും എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട ലാബ്സൻ സാറിനെയും. ലാബ്സൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു. ഒരു ജയിലിൽ ആരാച്ചറുടെ കഥയാണ് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എക്സിക്യൂഷണർ എന്ന നിലയിൽ അനേക കാലത്തെ പരിചയമുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെറുപ്പക്കാരനായ ഒരു പുതിയ ഓഫീസർ കടന്നു വരികയാണ്. ഈ പുതിയ ഓഫീസർ ചാർജ് എടുത്ത ശേഷം ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു എക്സിക്യൂഷനാണ് നടക്കാൻ പോകുന്നത്. തലേ ദിവസം വന്ന് ഈ ഓഫീസർ എക്സിക്യൂഷനടുത്ത് വന്ന് ചോദിക്കുകയാണ്, ആരാച്ചടുത്ത് ചോദിക്കുകയാണ്, സാറേ, ഇവിടുത്തെ രീതി അനുസരിച്ച് എൻ്റെ ഡ്യൂട്ടി ആ ഇലക്ട്രിക് ചെയറിലെ അയാളെ ബൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. വധിക്കപ്പെടാൻ പോകുന്ന ഒരാളെ ആ ഇലക്ട്രിക് ചെയറിൽ ഇരുത്തി അയാളെ വരിഞ്ഞ് കെട്ടുക എന്ന് പറയുമ്പോൾ അതെനിക്ക് മനപ്രയാസം ഉണ്ടാക്കുന്നു. കാര്യം ഗവൺമെന്റ് നല്ല ശമ്പളം തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ജോലി പ്രവേശിച്ചത്. വല്ലപ്പോഴൊക്കെ വധശിക്ഷ ഉണ്ടാവുള്ളൂ എന്ന ധൈര്യത്തിലാണ് ഞാൻ ചേർന്നത്. പക്ഷേ ഈ ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന ഈ വധശിക്ഷയുടെ ആ സമയത്ത് എങ്ങനെയാണ് ആ ചെറുപ്പക്കാരനെ ഞാൻ ആ കസാരയിൽ ഇരുത്തുക, എങ്ങനെയാണ് അയാളോട് ബൈൻഡ് ചെയ്യുക എന്നുള്ള ആ മനസ്സിലെ പ്രയാസം എന്നെ വല്ലാതെ ആക്കുന്നു എന്ന് പറഞ്ഞു. എക്സിക്യൂഷണർ പറഞ്ഞു, തനിക്ക് അയാളെ കസാര പിടിച്ച് ഇരുത്ത് കെട്ടുക മാത്രമല്ലേ വേണ്ടുള്ളൂ. ഞാനാണ് സ്വിച്ച് ഇടുന്നത്. ഞാൻ സ്വിച്ച് ഇടുമ്പോൾ ഇലക്ട്രിക് ചെയർ മുഴുവനായിട്ടും അയാൾക്ക് ഷോക്ക് കൊടുത്തുകൊണ്ട് കത്തിച്ചാമ്പലായിട്ട് ഒരു പിടി ചാരം മാത്രം താഴെ വീഴുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് താങ്കളെ കഠിനമായ ജോലിയല്ലേ ഞാൻ ചെയ്യുന്നത്. താങ്കൾ എങ്ങനെ ഒരു ജോലി കിട്ടിയിട്ട് ആ ജോലിയെ കൃത്യമായിട്ട് ചെയ്യാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് ശരിയാണോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒഴിഞ്ഞു മാറാനായിട്ടല്ല, എനിക്ക് എന്തെങ്കിലും ടിപ്സ് തരണം. പ്രായം കൂടിയുള്ള ഒരാളെ ചെയറിരുത്താൻ എന്നത്ര ബുദ്ധിമുട്ടില്ല. കാരണം അയാൾക്ക് ലഭിക്കാവുന്ന വലിയൊരു നീതിയായിട്ടൊക്കെ എനിക്ക് തോന്നാറ്. ചെറുപ്പക്കാരനായ ഒരു വ്യക്തിയാണെന്നാ പറയുന്നത് നാളെ ആ എക്സിക്യൂഷനെ വരുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെറുപ്പക്കാരനായ ഒരാളെ എങ്ങനെയാണ് കസാര പിടിച്ച് കെട്ടി വെക്കുക എന്നുള്ളത് എനിക്കൊരു ടെൻഷൻ ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ താങ്കളുടെ അടുത്തേക്ക് വന്നിട്ട് ഉപദേശം ചോദിക്കാൻ, ഗൈഡ് ലൈൻസ് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എക്സിക്യൂഷണർ പറഞ്ഞു, നമ്മൾ ഒരിക്കലും അവിടെ ഒരു വ്യക്തിയെ കാണരുത്, ഒരു നമ്പറായിട്ട് കാണുക. എക്സാമ്പിൾ 419 നമ്പറിനെയാണ് അവിടെ നാം ബൈൻഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ സ്വിച്ച് ഞെക്കുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത് 419 ഈസ് ഇറേസ്ഡ്, 419 നമ്പർ ഞാൻ മായ്ച്ചു കളയുന്നു എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ സ്വിച്ച് എടുക്കുന്നത്. എനിക്ക് സ്വിച്ച് അമർത്തുകയേ വേണ്ടൂ. പക്ഷേ ആ സ്വിച്ച് അമർത്തുന്നതിലൂടെ നടക്കുന്ന കാര്യം ഒരാളുടെ ജീവൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിന്റെ ഗൗരവം എനിക്കറിയാം. പക്ഷേ ഞാനൊരു ഫോർമുല സ്വരൂപിച്ചു വെച്ചിരിക്കുകയാണ്, ജസ്റ്റ് ഇറേസ് ദാറ്റ് നമ്പർ. ആ നമ്പർ ഒന്ന് ഇറേസ് ചെയ്യുക എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തു വെച്ചിരിക്കുകയാണ്. നിങ്ങളത് ആറ്റിറ്റ്യൂഡ് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവുകയില്ല എന്ന് അയാൾ പറഞ്ഞ് ധൈര്യപ്പെടുത്തി. അയാളുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങളും അദ്ദേഹം പങ്കുവച്ചു. എക്സിക്യൂഷൻ സമയത്ത് നടക്കുന്ന ചില കാര്യങ്ങളും ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ അയാൾ പങ്കുവച്ചു. അങ്ങനെ പുതിയ ഓഫീസറെ നല്ല മോട്ടിവേഷൻ കൊടുത്ത് അയാൾ ആ ഭംഗിയായിട്ട് ആ കാര്യം ചെയ്യാവുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ തരപ്പെടുത്തി. നിശ്ചിത സമയമായപ്പോൾ ആ പുതിയ ഓഫീസർ എക്സിക്യൂഷൻ നടക്കുന്നേക്കാൾ മുമ്പേ, അയാളെ ബൈൻഡ് ചെയ്യേണ്ട സമയം ആകുന്നേക്കാൾ മുമ്പേ വീണ്ടും എക്സിക്യൂഷൻ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, ഞാൻ അയാളെ കുറിച്ച് പഠിച്ചു സാർ. അദ്ദേഹം ചെറുപ്പക്കാരനാണ്, സാധാരണ ഇങ്ങനെ കുഴപ്പമൊന്നും ചെയ്യാറുള്ള ആളൊന്നുമല്ല. പക്ഷെ ഏതോ ഒരു കൂട്ടുകെട്ടിപ്പെട്ടിട്ട് അദ്ദേഹം ഒരു വലിയ വധശിക്ഷ നടത്തേണ്ടി വന്നു.
രക്ഷപ്പെടാൻ വേണ്ടിയാ അയാൾ ചെയ്തതൊക്കെ. പക്ഷേ അയാൾ പിടിക്കപ്പെട്ടു, വധശിക്ഷയ്ക്ക് വിധേയനായിരിക്കുകയാണ്. അങ്ങനെ ഒരു ചെറുപ്പക്കാരനെയാണ് എനിക്ക് ശിക്ഷിക്കേണ്ടി വരുന്നതെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് അല്പം പ്രയാസം തോന്നിയെന്ന് പറഞ്ഞു. എക്സിക്യൂഷൻ ഇപ്പോൾ ഞാൻ ഇന്നലെ തന്നോട് പറഞ്ഞില്ലയോ, ഒരു നമ്പർ ഇറേസ് ചെയ്യാണ് വേണ്ടതുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞതല്ലേ. അവരെങ്ങനെ പിടിക്കപ്പെട്ടു, എങ്ങനെ ശിക്ഷിക്കപ്പെട്ടു, അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ എങ്ങനെയാണ്, അതൊന്നും അന്വേഷിച്ചിട്ട് നൺ ഓഫ് അവർ ബിസിനസ്. നമ്മുടെ ബിസിനസ് വന്നിട്ടുള്ള ആളെ കൈകാര്യം ചെയ്യാനുള്ളതാണ്. അത് നമ്പറാന്ന് വിചാരിക്കുക, മറ്റൊന്നും തൽക്കാലം ഓർക്കരുത് എന്ന് വീണ്ടും പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയി. സമയമാകുമ്പോൾ താൻ ആ കസാര കെട്ടിവെച്ച ശേഷം എന്നെ വിവരം അറിയിക്കൂ, ഞാൻ ഇവിടുന്ന് സ്വിച്ചിനേക്കാം, അങ്ങനെ അവശേഷം നടപ്പാക്കുകയും ചെയ്യാം എന്ന ധാരണയിൽ രണ്ടുപേരും വീണ്ടും പിരിഞ്ഞു. എക്സിക്യൂഷൻ സമയമായി. പുതിയ ഓഫീസർ എക്സിക്യൂഷൻ പറഞ്ഞതുപോലെ നമ്പർ 419 ഇറേസ് ചെയ്യാനായിട്ടുള്ള മാർഗം സ്വീകരിച്ചിരിക്കുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആ ഇലക്ട്രിക് ചെയറിലെ കെട്ടി വരിഞ്ഞ് ലെവലാക്കി വെച്ചു. എങ്ങാനും സ്വിച്ചിടുന്ന അവസരത്തിൽ അദ്ദേഹം അവിടെ നിന്ന് ചാടിപ്പോകാൻ അവസരം ഉണ്ടാകരുതല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നല്ലവണ്ണം അദ്ദേഹം ബൈൻഡ് ചെയ്ത് റെഡിയാക്കി വെച്ചു. ആ ബൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ ഒരു കാര്യം ആവശ്യം, താങ്കളിനെ വരിഞ്ഞു മുറുക്കുന്നേക്കം എനിക്കൊരു അവസാന ആഗ്രഹം. എന്താണ് താങ്കളുടെ അവസാന ആഗ്രഹം? എന്റെ അവസാന ആഗ്രഹം മറ്റൊന്നുമല്ല. ഞാനൊരു പൊയി ആ കടന്നു വരുന്ന മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ആ പൊതി ആരാച്ചർക്ക് ഒന്ന് താങ്കൾ കൊടുക്കണം. അത്രേ എന്റെ ആഗ്രഹം. ആ എന്ത് വിഷമം, കൊടുത്തേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചെയറിലിരിക്കുന്ന നിമിഷം പറഞ്ഞു, ലാസൻ സാറ് സൗണ്ട് വളരെ ഫീബിളായിട്ട് എനിക്ക് കിട്ടുന്നു. ശരിയാണോന്ന് അറിയില്ല. വളരെ വീക്ക് സൗണ്ട് എനിക്ക് കിട്ടുന്നു. ഇല്ല സാർ, സൗണ്ട് ഉണ്ട്. സൗണ്ട് ക്ലിയർ ആണ്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എപ്പോഴേലും കൊടുത്താൽ പോരാ, അദ്ദേഹം ആ സ്വിച്ച് ഇട്ട് എന്നെ ഇല്ലാതാക്കുന്നേക്കാൾ മുൻപേ അദ്ദേഹത്തിന് ഈ സമ്മാനം എത്തേണ്ടതുണ്ട്. അതാണ് എന്റെ ആഗ്രഹം. നിങ്ങൾ പൊഴിയിരിക്കുന്ന അവസരത്തിൽ പൊതി നിങ്ങൾ എപ്പോഴും എന്റെ മരണശേഷം കൊണ്ടുകൊടുത്തിട്ട് കാര്യമില്ല, അതിന് മുൻപാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ശരി, എന്നാൽ താങ്കളുടെ ആഗ്രഹം സാധിപ്പിച്ചിട്ടാകട്ടെ മറ്റു കാര്യം എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ഈ മനുഷ്യനോട് കെട്ടിവെച്ച ശേഷം വിവരം അങ്ങോട്ട് മെസ്സേജ് ചെയ്താൽ മതി. പക്ഷെ അദ്ദേഹം മെസ്സേജ് ചെയ്യാതെ ആ ചെറുപ്പക്കാരന്റെ ആഗ്രഹപ്രകാരം മേശപ്പുറത്ത് പൊതിയും എടുത്ത് ആരാച്ചറെടുത്ത് കൊണ്ടുകൊടുത്തു. ആരാച്ച ചോദിച്ചു, താങ്കൾ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? ഒരു മെസ്സേജ് തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഉവ്വ്, ആ ചെയറിലിരിക്കുന്ന ആളുടെ അവസാനത്തെ ആഗ്രഹമാണ് ഈ പൊതി ആരാച്ചറിൽ എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിച്ചതെന്ന് പറഞ്ഞു. ആരാച്ചർക്ക് കൗതുകമായി. കാര്യം 419 നമ്പർ ഇറേസ് ചെയ്യാണ് ഡ്യൂട്ടി എന്ന് അവർക്ക് അറിയാം. എങ്കിലും ഇങ്ങനെ ഒരാളുടെ ആഗ്രഹം എന്ന് കേട്ടപ്പോൾ അദ്ദേഹം ആ പൊതി ഒന്ന് തുറന്നു നോക്കി. തുറന്നു നോക്കിയപ്പോൾ അതൊരു ഗോൾഡൻ വാച്ചാണ്. ഓഫീസ് കൗതുകമായി. ഒരു ഗോൾഡൻ വാച്ച് ആരാച്ചക്ക് സമ്മാനിക്കാൻ മാത്രം എന്താണ് അതിന്റെ കാര്യം എന്ന കൗതുകത്തോടുകൂടെ ഓഫീസർ ഈ ആരാച്ചനെ മുഖത്തേക്ക് നോക്കി. ആരാച്ചർ ആ പൊതി കണ്ട ഉടനെ അദ്ദേഹം വളരെ ക്ഷീണിതനായും പ്രയാസം അനുഭവിക്കുന്നതായിട്ടും ആങ്സൈറ്റി അദ്ദേഹത്തിന് മുഖത്ത് നിറഞ്ഞതായിട്ടും ഓഫീസർക്ക് മനസ്സിലായി. അദ്ദേഹം കൗതുകത്തിൽ ചോദിച്ചു, എന്താണ് അങ്ങക്ക് ഇപ്പോൾ പെട്ടെന്നൊരു ആങ്സൈറ്റി ഉണ്ടായത്? താങ്കൾ എന്നോട് പറഞ്ഞത് നമ്പർ ഇറേസ് ചെയ്യാണ്, ഇറ്റ് ഇസ് വെരി ഈസി, ജസ്റ്റ് ഇറേസ് എ നമ്പർ. ഇറേസിങ് എ നമ്പർ മായ്ച്ചു കളയുക എന്നാണ് എന്റെ ഡ്യൂട്ടി. ഞാൻ സ്വിച്ച് നിൽക്കും, ആ നമ്പർ ഇല്ലാതായി പോകും എന്ന് പറഞ്ഞ താങ്കൾ ഇപ്പോൾ ഇത്രയും ആങ്സൈറ്റി കാണിക്കുന്നത് എന്താണ് ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, there is only 2 watches of this kind. ഒരേ ഒരു വാച്ച് ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു, പക്ഷേ 2 ഞാൻ ഉണ്ടാക്കി. Now there are 2. One is on my hand. The other is presented to my son on his 20th birthday.
എൻ്റെ മകനെ 20 വയസ്സായപ്പോൾ അവനും ഞാനും ഒരുപോലത്തെ ഗോൾഡൻ വാച്ച്, മറ്റാർക്കും ഇല്ലാത്ത രീതിയിലുള്ള ഗോൾഡൻ വാച്ച് ധരിക്കുന്ന 2 ആളുകൾ ലോകത്തുണ്ടാകാൻ പാടുള്ളൂ എന്ന ചിന്തയോടുകൂടെ വളരെ വില കൊടുത്തുകൊണ്ട് 2 സ്വർണ്ണ വാച്ചുകൾ ഞാൻ ഉണ്ടാക്കിപ്പിച്ചതാണ്. അതിലൊരെണ്ണമാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതാണ് ഇതിന്റെ ആങ്സൈറ്റിയുടെ കാരണം. എന്ന് വെച്ചാൽ ഇതിന്റെ ഉടമസ്ഥൻ ആ ചെയറിലിരിക്കുന്നത് എൻ്റെ മകനാണെന്ന് അർത്ഥം. ഓഫീസർ പരിഹാസത്തോട് പറഞ്ഞു, താങ്കൾ ഇതുവരെ എന്നോട് പറഞ്ഞത് ജസ്റ്റ് ഇറേസ് എ നമ്പർ എന്നല്ലേ? ഇയാൾ പറഞ്ഞു, ശരിയാണ്, ഇതുവരെ ഞാൻ അങ്ങനെയാ ചെയ്തിട്ടുള്ളതും അങ്ങനെയാ ചെയ്യേണ്ടതും. പക്ഷേ നൗ ഐ കാൺട്ട്. ഈ വാച്ച് കണ്ടതോടുകൂടെ എനിക്കിപ്പോൾ അതിന് സാധിക്കാതെ വന്നിരിക്കുകയാണ്. എനിക്ക് ആ സ്വിച്ച് ഞെക്കാനായിട്ട് സാധിക്കുന്നില്ല. What can I do? I cannot switch on that electric chair now. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയിൽ സൂപ്രണ്ടൻ അവിടേക്ക് കടന്നു വന്നു. ബൈൻഡ് ചെയ്ത റിപ്പോർട്ട് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. എക്സിക്യൂഷൻ നടക്കാത്തതിന്റെ കാര്യം എന്താ അറിയാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത്. വന്നപ്പോൾ ഓഫീസർ, എക്സിക്യൂഷണറല്ല, ഓഫീസർ കാര്യം പറഞ്ഞു. കാര്യം കേട്ടപ്പോൾ പോലീസ് സൂപ്രണ്ടനും പ്രിസൺ സൂപ്രണ്ടനും വിഷമമുണ്ടായി. പക്ഷെ പ്രിസൺ ഓഫീസർ സൂപ്രണ്ട് അദ്ദേഹം പറയുകയാണ്, ഓ മൈ ഡിയർ എക്സിക്യൂഷണർ, യു ഹാവ് ടു ഡു ഇറ്റ്, പ്ലീസ് ഡു ഇറ്റ് ക്വിക്ക്. നിങ്ങൾക്ക് ചെയ്തേ പറ്റൂ, എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ സ്വിച്ച് ഓൺ ചെയ്യൂ. അപ്പോൾ ആ എക്സിക്യൂഷണർ വളരെ ആങ്സൈറ്റിയോടുകൂടെ, വളരെ ദുഃഖത്തോടുകൂടെ, വളരെ നിരാശയോടുകൂടെ അദ്ദേഹം പറയുകയാണ്, സർ ഐ കാൺട്ട്. ഉടനെ ആ സൂപ്രണ്ട് പറയുകയാണ്, ഇഫ് യു കാൺട്ട് ഡു ഇറ്റ്, നോബഡി ക്യാൻ ഡു ഇറ്റ്. The young person is boiling there with the chair. ആ ചെയറിൽ ഇരുന്നുകൊണ്ട് ഒരാൾ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനാവശ്യമായിട്ട് നിങ്ങൾ അയാളുടെ മനസ്സിനെ ദുഃഖിപ്പിക്കാൻ പാടില്ല. Do it soon, or I will have to do it. Executioner പറഞ്ഞു, okay sir, that's better. അദ്ദേഹം പറഞ്ഞു, no, it is not my duty, it is your duty. The government is paying for that, so you have to do it soon. സൂപ്രണ്ട് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ഡ്യൂട്ടി അല്ല, താന്റെ ഡ്യൂട്ടിയാണ്, താങ്കൾ ചെയ്തേ പറ്റൂ. കാര്യങ്ങൾ എന്തൊക്കെയായാലും എങ്ങനെയായാലും യു ഹാവ് ടു ഡു ഇറ്റ്, നിങ്ങൾ ചെയ്തേ പറ്റൂ. പോലീസ് സൂപ്രണ്ട് ഒന്ന് ആക്രോശിച്ചപ്പോൾ എക്സിക്യൂഷണർ പറയുകയാണ്, ഐ കാൺട്ട്, ബട്ട് ഐ വിൽ. അദ്ദേഹം അത്രയും പറഞ്ഞുകൊണ്ട് സ്വിച്ചിന്റെ അടുത്ത് നീങ്ങി സ്വിച്ച് ഓൺ ചെയ്തു. ഓൺ ചെയ്തതോടുകൂടെ അദ്ദേഹം മോഹാത്സ്യപ്പെട്ട് താഴെ വീഴുകയാണ്. നാടകം അവിടെ അവസാനിക്കുകയാണ്. ജീവിതത്തിൽ പലപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത് സംഭവിക്കുമ്പോൾ, എക്സ്പെക്റ്റഡ് സംഭവിക്കുമ്പോൾ അതിനകത്ത് വലിയ കഥയൊന്നും. ബട്ട് വെൻ ദർ ഈസ് സംതിങ് അൺഎക്സ്പെക്റ്റഡ് അഗൻസ്റ്റ് ദ എക്സ്പെക്ടേഷൻ, ദാറ്റ് ഈസ് വാട്ട് വി സേ എക്സ്പെക്ട് അൺഎക്സ്പെക്റ്റഡ്. അത് എക്സിക്യൂട്ടീവ് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടായ ഒരു വലിയ സംഭവത്തെ കുറിച്ചാണ് ആ നാടകകൃത്ത് ഭംഗിയായിട്ട് ദ അതർ സൈഡ് എന്ന് പറയുന്ന നാടകത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ കഥയാണ് ഈ ശ്രദ്ധയ്ക്ക് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഓരോരുത്തരും ചർച്ച ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. കൂടുതലായിട്ടുള്ള ആർഗ്യുമെന്റ്സിനും അതിന്റെ വിശദീകരണത്തിനും നമുക്ക് കാതോർക്കാം. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ദ അതർ സൈഡ്, അത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു അതർ സൈഡ് ഉണ്ട്. അത് അറിയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാം. ആരാണ് പറയുന്നത്? സാർ സ്റ്റാർട്ട് ചെയ്യൂ. ലവ്സൻ സർ കഥ പറയുമ്പോ ആ വികാരം ഉൾക്കൊണ്ടാണ് കഥ പറയുന്നത്. അത് തന്നെയാണ് കേൾവിക്കാരനെ കഥയിലേക്ക്
സജീവമാക്കുന്നത്. ഇടയ്ക്കൊന്ന് സൗണ്ട് കുറഞ്ഞു, പക്ഷെ വീണ്ടും അത് ഓക്കെ ആയി. ദി അതർ സൈഡ് എന്ന ആ തലക്കെട്ടിനേക്കാൾ എനിക്ക് തോന്നിയത് ഇറേസ് ദ നമ്പർ. ഇറേസ് ദ നമ്പർ. അതർ സൈഡ് വൈകാരികമാണ്, ഇറേസ് ദി നമ്പർ എന്നുള്ളത് ഒഫീഷ്യലാണ്. നാം ചെയ്യേണ്ടതിന് ചെയ്യുക, അതർ സൈഡ് പിന്നെ വരുന്നതാണ്. പറയാൻ എളുപ്പമാണ്. വാച്ച് കണ്ടപ്പോൾ ആ കുട്ടിയുടെ തുടക്കം മുതൽ അത് കൊടുത്ത നിമിഷം വരെ ആ എക്സിക്യൂട്ടറുടെ മനസ്സിലൂടെ കടന്നുപോയത് ഒത്തിരി കാര്യങ്ങളാണ്. ഒരു വാൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞു പതിച്ച ഒരു നിമിഷമാണ്. അവിടെയാണ് നമ്മുടെ അതർ സൈഡിലേക്ക് പോകുന്നത്. കഥയുടെ ഓർഡർ ആരാ സർ? ലവ്സൺ സർ? ഓതർ ഐ ഡോണ്ട് എക്സാക്ട്ലി റിമെമ്പർ. ആ അതർ സൈഡ് എന്നാണ് ഡ്രാമയുടെ പേര്, പക്ഷെ ഓതറിന്റെ പേര് ഇപ്പൊ ഓർക്കുന്നില്ല. ഓക്കെ സർ. ഡ്രാമയാണ്. ഓ, ഒരു നാടകമാണ്. ഓക്കെ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. മനുഷ്യന്റെ ഹൃദയം അത്രയും ലോലമാണ്, കഠിനമാണെന്ന് പറയുന്ന മനുഷ്യൻ ഉള്ളിന്റെ ഉള്ളിൽ ലോലഹൃദയനാണ്, ശുദ്ധഹൃദയനാണ്. ആ ഹൃദയമാണ് നമുക്കൊക്കെ തന്നിരിക്കുന്നത്. ബട്ട് യു ഹാവ് ടു എറേസ് ദ നമ്പർ, അതർവൈസ് വി കാൺട് മൂവ്. അത് മറ്റൊരാൾ ചെയ്തോട്ടെ എന്നും കൂടി പറഞ്ഞു. ആ വരുന്ന പോലീസ് ഓഫീസറോട് പറഞ്ഞു, താങ്കൾ ആ സ്വിച്ച് ഇട്ടോളൂ, എനിക്ക് വിരോധമല്ല, എൻ്റെ മകനാണ് ചാരമാകുന്നതെങ്കിലും, പക്ഷെ എൻ്റെ കൈകൊണ്ടത് എനിക്ക് വയ്യ എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. കഥ നമ്മളെ കൂടുതൽ ആകർഷിച്ചു, മനസ്സിനൊരു ചെറിയ നൊമ്പരവും കൂടി തന്നു. നല്ല കഥനമായിരുന്നു. ഓക്കെ ലവ്സൺ സർ, താങ്ക് യു വെരി മച്ച്. റോയ് സർ? കഥയില് മെക്കാനിക്കലായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്താല് ഇതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ഇപ്പോ ഒരു ചെറുപ്പക്കാരനെ ഈ പറയുന്ന ഇലക്ട്രിക് ചെയറിൽ ഇരുത്തി ബന്ധിപ്പിക്കാൻ പോകുമ്പോൾ അദ്ദേഹം ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും മറ്റുമൊക്കെ ഓർമ്മയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് തോന്നി. അപ്പോ എക്സിക്യൂട്ട് ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞത്, ഇതൊന്നും ഓർക്കരുത്, ഇതൊന്നും ഓർത്താൽ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഈ 419 എന്ന് പറയുന്ന നമ്പറിനെ കളയുക എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ വേറെ ഒന്നും ചിന്തിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഈ അദ്ദേഹം കൊടുത്ത ഉപദേശം ഈ വാച്ച് കിട്ടിയപ്പോൾ അദ്ദേഹം തന്നെ ബ്രേക്ക് ചെയ്തു. അപ്പൊ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് മുൻവിധിയോ മറ്റോ ഒന്നും വേണ്ട, മെക്കാനിക്കലായിട്ട് കൊല്ലുക എന്ന് പറയുന്ന ഈ ഇത് ചെയ്യുമ്പോൾ വേറെ ഒന്നും ആലോചിക്കരുത്. ആലോചിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ നമ്പർ മാത്രം മതി എന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഈ ഉപദേശം പറഞ്ഞ ആൾക്കും ഈ 419 എന്ന് പറയുന്ന ഭാഗം മാറിപ്പോയി. സ്വന്തം അനുഭവത്തിലെ ചില കാര്യങ്ങളുമായിട്ട് വന്നപ്പോഴത്തേക്കും വേദനാജനകമായി. അപ്പോ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ മെക്കാനിക്കലായിട്ട് അതങ്ങ് ചെയ്യുക, തിങ്കിങ് തോട്ടൊന്നും ഇല്ലാതെ അങ്ങ് ചെയ്യുക എന്ന് പറയുന്നതും അതിന് കുറച്ച് അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുകയോ ചെയ്യുന്നത് ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഞാൻ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ റിലേഷൻ ആയാലും ഫ്രണ്ട്ഷിപ്പ് ആയാലും എല്ലാം ഉണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് മറ്റേ മാനസികമായ ചില അടുപ്പങ്ങളും ഒക്കെ വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ചിന്തിക്കാതെ കാര്യങ്ങൾ ചെയ്താൽ, അപ്പൊ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും മറ്റതും ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കിയതാണ്, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ഒരു അല്പം ചിന്തിക്കാനും ഉള്ള അവസരം കിട്ടിയാൽ കുറേയൊക്കെ വ്യത്യാസപ്പെടുത്താൻ പറ്റും എന്നാണ് ഞാൻ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കിയത്.
ഓക്കെ സാർ, സാറിന്റെ പ്രസന്റേഷനിൽ എനിക്ക് വളരെയധികം ഈ ചെറിയൊരു കഥാതന്തുവിന്റെ പ്രസന്റേഷൻ വളരെയധികം തോട്ട്ഫുൾ ആയിട്ട് തോന്നുന്ന രീതിയിലാണ്. അല്ലാണ്ട് ഈ ഒരു കഥ അങ്ങ് പറഞ്ഞു പോയി ഇതിനെ കുറിച്ചുള്ള ചിന്തകളൊന്നും വരത്തില്ല. പക്ഷെ ഇതല്ല, ഓരോ ഇത് പറയുമ്പോഴും അതനുസരിച്ചുള്ള ചിന്തകൾ നമ്മളെ ഇങ്ങനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിരുന്നു. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, വേറെ ആരാണ് കഥ കേട്ടവർ അഭിപ്രായങ്ങൾ പറയൂ. കഥയുടെ ജീവൻ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന്. ശുദ്ധോദന ഡോക്ടർ കേൾക്കുന്നു. ഞാൻ സാറിന്റെ കഥയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് വേറൊരു കാര്യത്തിന് പുറത്തു പോകാൻ ഉള്ളത് മാറ്റിവെച്ചിട്ടിരുന്നത്. കാരണം ഈ സാർ എപ്പോഴും ഇങ്ങനെ ഈ രത്നങ്ങൾ സമ്മാനിക്കുന്ന ആളാണ്. സാധാരണ കഥകളല്ല, അപൂർവമായിട്ടുള്ള എന്നും ഓർമ്മയിൽ നിൽക്കുന്ന കഥകൾ തരുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഭയങ്കര പാലക്കാട്ടെ കൊടുംചൂടിലും മുറ്റത്തിറങ്ങിയിരുന്നുകൊണ്ടാണ് ഈ കഥ കേട്ടതുമൊക്കെ. അപ്പൊ ഈ കഥയെ പറ്റിയിട്ട് ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല, കാരണം അത്ര ഗംഭീരമായൊരു കഥയാണെന്ന് നമുക്കറിയാം. നമ്മുടെ ഈ ഹൃദയം ഞെക്കിപ്പിഴിയുന്നൊരു കഥ. പക്ഷെ ആ കഥ സാറ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇതിന്റെ ഒപ്പം 3 കഥകളാണ് മനസ്സിൽ വന്നത്. ഒന്ന് KR മീരയുടെ ആരാച്ചാര്. KR മീരയുടെ ആരാച്ചാരിൽ ഈ ആരാച്ചാരായിട്ട് വരുന്ന ചേതന മല്ലിക് എന്നോ മറ്റോ പേരുള്ള ഈ ആരാച്ചാരുടെ തലമുറകളായിട്ട് ആരാച്ചാർ പണി ചെയ്യുന്ന വീട്ടിലെ 22 വയസ്സോ മറ്റോ ഉള്ള ഒരു പെൺകുട്ടിയെ ഈ ഹാങ്ങിങ് പരിപാടി ചെയ്യാനായിട്ട് ചുമതലപ്പെടുത്തുന്നു. അപ്പോൾ വനിത ആരാച്ചാർ എന്നുള്ള ഒരു വലിയ ഗംഭീരമായിട്ടുള്ള ഒരു കഥാപാത്രമാണത്. ഈ കഴുത്തിൽ കയറുകുരുക്കിയിട്ടാണ്, അവിടെ ഇലക്ട്രിക് ഇതല്ല, കൽക്കട്ടയിലെ ജയിലില് ഈ നമ്മുടെ പ്രാകൃതമായിട്ടുള്ള കഴുത്തിൽ കയറുകുരുക്കിയിട്ട് കൊല്ലുന്ന, ഈ കഴുത്തിലെ കശേരുക്കൾ ഒടിഞ്ഞു ചാവുന്ന ആ ഒരു ആരാച്ചാരുടെ പരിപാടി. അതേപോലെ പക്ഷെ ഈ കഥയായിട്ട് വലിയ സാമ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒന്ന്, ഈ പഴയ വായനയുടെ ഈ താളുകളൊക്കെ മനസ്സിൽ മറിഞ്ഞു മറിഞ്ഞു വരികയാണ് സാർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. അത് ഈ നമ്മുടെ OV വിജയന്റെ കടൽ തീരത്ത്, അതിൽ ഈ മകനെ കണ്ണൂർ ജയിലിൽ കൊല്ലുന്നു എന്ന് അറിഞ്ഞിട്ട് ഈ വെള്ളായ്യപ്പൻ പായ പൊതിഞ്ഞു കൊടുത്ത ഈ പൊതിച്ചോറുമായിട്ട് ട്രെയിൻ കയറി കണ്ണൂർ ജയിലിലേക്ക് പോകുന്നതും അവിടെ ഈ മകന്റെ ഹാങ്ങിങ് കഴിയാൻ കാത്തു നിൽക്കുന്നതും ഈ കഴിക്കാൻ വേണ്ടി അമ്മ പൊതിഞ്ഞു കൊടുത്ത പൊതിച്ചോറിൽ ഈ അച്ഛന്റെ കണ്ണീര് വീണിട്ട് ആ കണ്ണീര് വീണ് നനഞ്ഞ് ഇതും രാവിലെ ഈ തൂക്കിക്കൊല കഴിഞ്ഞതിന് ശേഷം ആ ശവം എടുത്ത് അച്ഛന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ പണ്ട് ഈ ജനിച്ചു വീണ മകനെ ജീവന്റെ തുടിപ്പുമായിട്ട് ഏറ്റുവാങ്ങിയതും അവന്റെ ശവം കുളിപ്പിക്കുമ്പോൾ ഈ മോനെ പണ്ട് കുളത്തിൽ കുളിപ്പിച്ചതും ഒക്കെ ഈ അച്ഛൻ ആലോചിക്കുന്ന ആ ഒരു കണ്ടുണ്ണി എന്ന് പറഞ്ഞൊരു മകൻ ഈ നക്സലായി പോയി എന്ന് മറ്റോ കഥയുടെ ഇടയിൽ പണ്ട് വായിച്ച ഒരു ഓർമ്മയിലാണ് ഞാനത്. അതുപോലെ ഈ ഇത് വല്ലാത്തൊരു ഈ കഥകളാണ്. നമ്മൾ ഈ മക്കളുള്ള അച്ഛന്മാരുടെയൊക്കെ ഹൃദയം ഞെക്കി പിഴിയുന്ന കഥ. ഇതില് നേരത്തെ സാറ് പറഞ്ഞതില് ഈ കഥയിൽ വലിയ സവിശേഷമായിട്ട് ഈ ബന്ധങ്ങളെ മാറ്റി നിർത്താനും വേദനകളെ ഒഴിവാക്കാനും ഉള്ള ഒന്ന് നമ്പറാണ്, അത് വെറും നമ്പറാണ് എന്ന് ഉള്ള രീതിയിൽ എടുത്താൽ മതിയാവും. ഇത് തന്നെയല്ലേ സാർ ഈ ബന്ധുജനങ്ങളെയൊക്കെ മുന്നിൽ കണ്ട് തേർത്തട്ടിൽ തളർന്നു വീണ അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത്? ഈ കർമ്മം ചെയ്താൽ മതി, മുന്നിൽ ആരാണ് നിൽക്കുന്നതെന്ന് നീ നോക്കണ്ട, നീ അങ്ങോട്ട് കർമ്മം ചെയ്യൂ. ഈ പൂർവ്വപിതാമഹനെയും അമ്മാവനെയും അപ്പൂപ്പനെയും സ്വന്തക്കാരെയും മുഴുവൻ നീ കൊന്നൊടുക്കിക്കൊള്ളൂ, അതൊക്കെ ഈ നമ്പറാണ്, ജയിലിലെ നമ്പറുകൾ പോലെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ആ ഒരു കർമ്മം ചെയ്യുക പാർത്ഥ എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ അങ്ങനെ ഒരുപാട് ഈ വായിച്ച കഥകളെയൊക്കെ ഈ ഓർമ്മിപ്പിക്കാൻ ഈ കഥ സഹായിച്ചു. അപ്പൊ അതിൽ ഈ വലിയൊരു പ്രത്യേകത ഈ ചോരയുടെ ഒരു കട്ടിയുണ്ടല്ലോ, അത് മകൻ എത്ര കൊടുങ്കുറ്റവാളി ആയിക്കൊള്ളട്ടെ, എങ്ങനെയൊക്കെ ആയിക്കൊള്ളട്ടെ, എങ്കിൽ ഈ അച്ഛന് അത് അമ്മയൊക്കെയാണല്ലോ ഈ മാതൃത്വത്തിന്റെ അവകാശം മൊത്തത്തിലും കൊട്ടയായിട്ട് എഴുത്തുകാരും നമ്മുടെ ഈ വാഴ്ത്തിപ്പാട്ടുകാരെല്ലാം കൊടുത്തിരിക്കുന്ന അമ്മ മാതൃത്വം, അത് അതിമഹത്വം. മുലപ്പാലിന്റെ വയറ്റിലിട്ട് വളർത്തിയത് 10 മാസം ചുമന്നു, അതുകൊണ്ട് ഈ ഹൃദയത്തിന്റെ താരാട്ട് കേട്ടു, മിഞ്ഞപ്പാലിലൂടെ ജീവൻ കൊടുത്തു എന്നൊക്കെ. ഈ അച്ഛന്റെ വേവലാതിയും അച്ഛന്റെ ഹൃദയം അങ്ങനെ കണ്ണീര് നിറഞ്ഞിട്ട് അത് വിങ്ങി പൊട്ടുന്നതും ഒന്നും ഈ പുരുഷന്മാര് പ്രകടിപ്പിക്കാറില്ലായിരുന്നു. അപ്പോൾ അതാരും അറിഞ്ഞിരുന്നുമില്ല, എഴുത്തുകാരൊന്നും ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചിരുന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മലയാളത്തിൽ ഈ കടൽ തീരത്ത് OV വിജയന്റെ ഈ വെള്ളായ്യപ്പൻ എന്ന് പറയുന്ന ആ കഥാപാത്രമാണ് ഈ മകന്റെ തൂക്കിക്കൊലയ്ക്ക് ശേഷമുള്ള ഈ ശരീരം ഏറ്റുവാങ്ങിയിട്ട് കടൽ തീരത്ത് ബലിക്കാക്കകൾക്ക് പൊതിച്ചോറ് എറിഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള. അന്ന് ആ കഥയൊക്കെ വായിച്ചപ്പോ ഈ ഉറക്കമില്ലാതെ അന്ന് പക്ഷെ നമ്മള് മകനായിരുന്നു, കൗമാരക്കാരനായ മകനായിരുന്നു ഞാൻ.
അത് കഴിഞ്ഞ് എൻ്റെ മകനും ഒക്കെയായി അവനൊക്കെ മുതിർന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ സാറ് പെട്ടെന്ന് ഈ കഥ അങ്ങോട്ട് പറഞ്ഞപ്പോൾ അതിങ്ങനെ മനസ്സിലൂടെ ഒരുപാട് വിഷാദങ്ങളൊക്കെ ഓർമ്മിച്ചു വന്നു. സാറിന്റെ കഥകൾ എപ്പോഴും അങ്ങനെയാണ്. അതാണ് ഞാൻ ഈ കൊതിച്ച് ഓടി ഇന്നത്തെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ അടുത്ത ക്ഷേത്രത്തിൽ ഉത്സവമൊക്കെയാണ്. അപ്പൊ അവിടേക്ക് പോവാതെ ഈ കഥ കേൾക്കാനിരുന്നത് അതുകൊണ്ടാണ്. ഗംഭീരം സാർ. ഇതേപോലെയുള്ള കഥകൾ ചെറിയ കഥകളുമായിട്ട് വീണ്ടും വരും. താങ്ക് യു. താങ്ക് യു. ഇനി ആരാ പറയുന്നത്? ജോർജ് സാർ, ഹേമാവതി മാം, സരസ്വതി മാം, ലിജിന, മനോജ്. യെസ്, ഹേമാവതി മാം പാടും. ഞാനിന്ന് എൻ്റെ കയ്യിൽ ചെറിയൊരു കുഞ്ഞു കഥയുണ്ടായിരുന്നു. ഒരു ഇംഗ്ലീഷിന്റെ വിവർത്തനാണ്, അത് ഒരു സന്ദേശമാണ്. പക്ഷെ ഈ സാറിന്റെ കഥ കേട്ടിട്ടാകുമ്പോ എനിക്ക് സാറിന്റെ ആ ഒരു കഥ പറയുന്ന രീതി, അതാണ് സാറേ, നമ്മൾ ക്ലാസ്സിലാണെങ്കിലും ഒരു അധ്യാപകൻ പാഠം എടുക്കുമ്പം പിന്നെ ഹിസ്റ്ററി പഠിപ്പിക്കുമ്പോഴും നമ്മളെ ആ രീതിയിൽ പഠിപ്പിക്കുമ്പോ നമ്മളിങ്ങനെ അറിയാതെ എല്ലാം നമ്മള് പഠിച്ചെടുക്കും. അതുപോലെയാണ് സാറിന്റെ കഥ കേൾക്കുമ്പോ ഞാനിങ്ങനെ ഓരോന്നും സാറിന്റെ ആ ഭാവം, അതിന്റെ ഇടയിൽ മറ്റേ നമ്മുടെ സാറ് ദുലാൻ സാറ് ഒച്ചയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒച്ച ഉണ്ടായിരുന്നു. അത് സാറിന്റെ എന്താ ഇന്റർനെറ്റിന്റെ പ്രശ്നമാണ്. അപ്പം ഞാൻ പിന്നെ ഇതെങ്ങനെയാണ് എവിടത്തേക്കാന്ന് ചെന്നെത്താന്നുള്ള ഒരു രീതിയിലായിരുന്നു. ശരിക്കും നമ്മളിപ്പം ഒരുപാട് ആൾക്കാർക്ക് ഉപദേശമൊക്കെ കൊടുക്കും. ചില സമയത്ത് നമ്മളെ മനസ്സിങ്ങനെ പതറിപ്പോവും. നമ്മൾ ഉപദേശം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർ മനസ്സിലാക്കുമ്പോ അതിൻ്റെതായിട്ടുള്ള വിഷമം നമുക്ക് ഉണ്ടാവും. പക്ഷെ അങ്ങനെ ആയിപ്പോവും. കാരണം ഈ കഥയില് അവർ പറയുന്നുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങൾ വേറൊന്നും നോക്കണ്ട, കാരണം നമ്പർ നോക്കിയാൽ മതി. നമ്പർ നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ മറ്റേ രീതിയിൽ നോക്കുമ്പോൾ അവരെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ ഐസ് പോലെ ആയിപ്പോവും. അത് പറയുമ്പോ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള, എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞു തന്ന ഒരു കഥ, ഇങ്ങനെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരു പയ്യനോട് ഇതേപോലെ ചോദിക്കാണ്, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോന്ന്. അപ്പൊ ആഗ്രഹം ഉണ്ടോന്ന് ചോദിക്കുമ്പോ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മേനെ ഒന്ന് കണ്ടിട്ട് അടുത്തുനിന്ന് ഒരു സ്വകാര്യം പറയാനുണ്ടെന്ന്. അപ്പൊ ശരി, എന്നാല് അമ്മേനെ അടുത്ത് വിളിച്ചു. അപ്പൊ അമ്മേനെ കസേരയിട്ടിട്ട് ഇരുത്തിക്കോളൂ, എന്നിട്ട് എന്നെ കണ്ടോട്ടെ, ഞാൻ സ്വകാര്യം പറഞ്ഞോട്ടെ. അങ്ങനെ കസേരയിട്ടിട്ട് അമ്മേനെ ഇരുത്തുന്നു. മോനെ അടുത്ത് പോകുന്നു, ചെവിയിൽ സ്വകാര്യം പറയുന്നു. അമ്മ വാവിട്ട് കരയുന്നു. അമ്മയുടെ ചെവി അവന്റെ വായിലാവുന്നു. ഇതാണ് സംഭവം. അപ്പം എല്ലാവരും ചോദിക്കുക, ഇതെന്താ, നീ എന്താ ചെയ്തത്? ഞാൻ ഇവിടെ ഇന്ന് ഇത് ഇങ്ങനെ എന്നെ വിധിച്ചത്, പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനൊരു അടക്കത്തോട്ടം ഉള്ളവരുടെ വീട്ടിന് മുമ്പിലാണ് നടന്നു വരിക. അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് അടക്ക ഇങ്ങനെ കളത്തിലുണ്ടാവും. അപ്പൊ സ്കൂളിൽ നിന്ന് അടക്ക വരുമ്പോ അടക്ക എടുത്തിട്ട് പോക്കറ്റിലിടും. അപ്പൊ ആദ്യത്തെ ദിവസം പോക്കറ്റിലിട്ട് കൊണ്ടുവരുമ്പോ അമ്മ പറയാണ്, മോനെ, അമ്മമ്മക്ക് മുറുക്കേണ്ടതല്ലേ, ഇത് എവിടുന്ന് കിട്ടിയാവേ? ഇത് ഇങ്ങനെ അവരെ അടുത്ത് ഞാൻ എടുത്തു കൊണ്ടതാ. അത് അവര് കണ്ടില്ലേ, കാണാതെ ഇനിയും എടുത്തു കൊണ്ടുവരണം എന്ന് പറയുമ്പോ ഡെയിലി ഞാൻ കൊണ്ടുവരികയായിരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് പിന്നെ എല്ലായിടത്തുനിന്നും കക്കേണ്ട ഒരു പ്രവണത എനിക്ക് കൂടിക്കൂടി വന്നു. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വലിയ കള്ളനായിട്ട് ഇത് അനുഭവിക്കുന്നത്. അപ്പൊ അമ്മ എന്നെ തിരുത്തിയിരുന്നെങ്കിൽ ഇത് പറ്റൂലായിരുന്നു. അതുകൊണ്ടാണ് അമ്മേനെ ഞാനിപ്പോ അങ്ങനെ ചെയ്തത്. എന്തായാലും നല്ല കഥയാണ് സാറേ. അവസാനം ആ വിഷമം, പിന്നെ എല്ലാവരും മനസ്സിലൊരു വിഷമം തോന്നിയിരുന്നു. നല്ല കഥയായിട്ടുണ്ട്. താങ്ക് യു സാർ. ഓക്കെ, നേരെയുള്ള ജോർജ് സാർ, സരസ്വതി മാം, ലിജിന, മനോജ്, ആർക്കെങ്കിലും പറയുകയാണെങ്കിൽ പറയൂ, ഇല്ലെങ്കിൽ ലാഫ്സൻ സാറിന്റെ മനസ്സിൽ നിന്ന് വരുന്നതുകൂടെ നമുക്ക്. ഓക്കെ, ലാഫ്സൻ സാർ. ഇപ്പൊ അമ്മമാരൊക്കെ ഇപ്പൊ മുടി ചെവി മറച്ചിട്ട് അതിങ്ങനെ ഉലർത്തിയിടുന്നതായതുകൊണ്ട് ചെവി കടിക്കാനൊന്നും മക്കൾക്ക് കിട്ടില്ല. ഇപ്പോഴത്തെ മക്കൾക്ക് പണ്ടത്തെ തലമുറയിലെ മുടി ഒതുക്കി വെച്ച അമ്മയായിരിക്കും, അതുകൊണ്ടാണ്. തമാശയാണ് കേട്ടോ. കഥയ്ക്കകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ്. പക്ഷേ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ വലിയ ഒരു ചിന്ത എന്ന് പറയുന്നത്, പാരന്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കുറെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാലത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ എങ്ങനെ വളരുന്നു, എന്ത് ചെയ്യുന്നു എന്ന് പല മാതാപിതാക്കൾക്കും ഒരു പിടുത്തം കിട്ടാത്ത രീതിയിൽ കാര്യം മുന്നോട്ട് പോകുന്നു. അവരെങ്ങനെയായിരിക്കുന്നു, എന്തായിരിക്കുന്നു എന്ന് അന്വേഷിക്കാൻ പോലും
അന്വേഷിച്ചാൽ എത്താൻ പറ്റാത്തൊരു കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എക്സിക്യൂട്ടീവ് അച്ഛൻ ഈ മകനെ എങ്ങനെയെങ്കിലും നല്ല ഭാവി ഉണ്ടാകണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് താൻ ഈ കഠിനമായ ജോലി ചെയ്യുന്നതും തന്റെ മകന് വേണ്ടിയാണ് ചിന്തയോടുകൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവന് വഴിയിൽ തെറ്റി മറ്റു കൂട്ടുകാരുടെ ഇടയിൽപ്പെട്ട് എന്തൊക്കെയോ ആയിപ്പോയി എന്നുള്ള ആ സംഗതി അറിയാനായിട്ട് അച്ഛന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇത് പലപ്പോഴും മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുടെ വഴി അറിയാതെ പോകുന്നു എന്നുള്ള ഒരു വേദനാജനകമായ സംഗതിയാണ് എന്നെ ഏറെ മനസ്സിൽ പ്രയാസപ്പെടുത്തുന്ന സംഗതി. കാരണം ടെക്നോളജി വളർന്നു. പണ്ട് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന അധ്യാപകർ കോവിഡ് കാലഘട്ടത്തിൽ എല്ലാവരും മൊബൈൽ ഉപയോഗിച്ചു തുടങ്ങണമെന്ന് പറഞ്ഞു. എല്ലാവർക്കും മൊബൈലായി. അങ്ങനെ മൊബൈൽ കൂടുതൽ വ്യാപിക്കാൻ തുടങ്ങിയതോടുകൂടെ കൂടുതൽ തെറ്റുകൾ ചെയ്യാനും വഴിവിട്ടു പോകാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് മാതാപിതാക്കൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കുഞ്ഞിനെ ശിക്ഷിച്ചാൽ, കുഞ്ഞ് കംപ്ലൈന്റ് കൊടുത്താൽ അച്ഛൻ ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ പോലും ഉണ്ടാകുന്നുണ്ട്. പല മാതാപിതാക്കളും മക്കളെ ശിക്ഷിക്കാൻ തക്കവണ്ണം ഇന്ന് തയ്യാറാകുന്നില്ല. പേടിയാ. ഞാൻ കേട്ടിട്ടുണ്ട്, അമേരിക്കയിൽ നിന്ന് ഒരു മകനും അച്ഛനും കൂടെ വന്ന് ഇന്ത്യയിൽ വിമാനത്തിൽ നിന്ന് ഇറങ്ങിയ വഴിക്ക് അച്ഛൻ മകന്റെ മുഖത്തേക്ക് 2 അടി കൊടുത്തു. അപ്പൊ ചോദിച്ചത് എന്തിനാ ഇപ്പൊ അടിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, അച്ഛൻ പറയുകയാണ്, ഇവനെ ഞാൻ അവിടെ തല്ലാൻ നോക്കിയതാ, പക്ഷെ അവിടെയും തല്ലിയാൽ ഞാൻ ജയിലിലായി പോകും. അതുകൊണ്ട് ഇന്ത്യൻ മണ്ണിൽ വന്നിട്ടെങ്കിലും എനിക്ക് എന്റെ സ്വാതന്ത്ര്യം ഉപയോഗിക്കാതെ ചൂട് തല്ലിയതാ. ഇവൻ നേരെയാണെങ്കിൽ ഈ തല്ല് പോരാ, ഈ കുറച്ചുകൂടെ കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു അത്രേ. ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും പാരന്റിങ്ങില് അരുതാത്ത ആ അങ്ങേയറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ പറഞ്ഞേക്കും. പക്ഷേ ഒരു പശുവിനെ കുറ്റി കെട്ടിയിട്ടാൽ ആ കയറിന്റെ നീളം ഒരു റേഡിയസർ ഉപയോഗിച്ച് ഒരു വലിയ സർക്കിളിൽ പോകാൻ അവർക്ക് സാധിക്കും. ആ സർക്കിളിൽ തന്നെ അവർ പോകണേ എന്ന് ഒന്ന് അന്വേഷിക്കേണ്ട ചുമതല പാരന്റ്സിനുള്ളതാണ്. നല്ല ബ്രേക്ക് ഉണ്ടെങ്കിൽ കാർ ഓടിക്കാൻ സുഖമുള്ളൂ. എന്തിനാ ബ്രേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപകടം വന്നാൽ ചവിട്ടിയാൽ നിൽക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ബ്രേക്കുകൾ വണ്ടി തന്നെ ഉപയോഗിക്കുന്നത്. മാതാപിതാക്കളും എൽഡേഴ്സും ടീച്ചേഴ്സും ഒക്കെ ബ്രേക്ക് സിസ്റ്റം ഉള്ളവരാണ്. അവർക്ക് കുഞ്ഞുങ്ങൾ വഴിവിട്ട് പോകുമ്പോൾ അപകടത്തിൽ പോയെങ്കിലും ഞാൻ ബ്രേക്ക് ചെയ്യുന്നതാണ് എന്ന അവബോധം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ചുമതല ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടെന്നാണ് എന്റെ വിചാരം. ഞാൻ ഈ കഥയിൽ നിന്ന് ആ ഒരു മാനം കൂടെ എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പിന്നെ ഏത് പിതാവിന്റെയും, ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഏത് പിതാവിന്റെയും മനസ്സ് ഒരുപക്ഷെ മാതാക്കൾ ഇതുപോലെ പ്രകാശപ്പെട്ടിട്ടുണ്ടാവില്ല, പ്രകടിപ്പിക്കാൻ, എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ മകനൊരു വേദന വന്നാൽ, മകൾക്കൊരു വേദന വന്നാൽ പിതാവിന്റെ ഹൃദയം തേങ്ങുന്നുണ്ട്. സമൂഹം പക്ഷെ അത് അംഗീകരിച്ചില്ലേക്കാം. പക്ഷേ അതാണ് യഥാർത്ഥ അനുഭവം. ആ അനുഭവം വെച്ചുകൊണ്ട് ആ മകന് ഉണ്ടായിട്ടുള്ള ഓരോ അനുഭവങ്ങളും, നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ, ആ പിതാവ് ആലോചിക്കുകയാണ് ഈ മകന് വേണ്ടി ചെയ്തിട്ടുള്ള ഓരോ ചെറിയ കാര്യങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ ചെയ്തുവല്ലോ എന്ന ഒരു ചിന്തയാണ് ആ പിതാവിനെ വേദനിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് എനിക്ക് സാധിക്കില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുവെങ്കിലും താൻ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഡ്യൂട്ടി ചെയ്യുകയാണ്. മഹാപരിസപ്പെട്ടു വീഴുന്നേക്കാൾ മുമ്പേ താൻ ആ ഡ്യൂട്ടി ചെയ്തുകൊണ്ടാണ് താഴേക്ക് വീഴുന്നതായിട്ട് ആ ഡ്രാമ അവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്കും നമ്മുടെ സമൂഹത്തിനും വളർന്ന തലമുറ അവരെങ്ങോട്ട് പോകുന്നു എന്ന് ഒന്ന് യഥാർത്ഥമായിട്ട് വീക്ഷിക്കാനായിട്ടൊരു അവസരം ഉണ്ടാകും, നല്ലതായിരിക്കും എന്നൊരു സന്ദേശം കൂടെ ഈ കഥോപദേശം ചിന്തിക്കണമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കൂടുതലും ഞാൻ പറയുന്നില്ല. മറ്റ് അഭിപ്രായം വല്ലതും ഉണ്ടെങ്കിൽ കേൾക്കാൻ ഞാൻ കാതോർത്തിരിക്കുകയാണ്. ജോർജ് സാറേ. താങ്ക് യു സർ. ലാഫിൻ സർ, വളരെ വളരെ നല്ലൊരു പ്രസന്റേഷൻ കൂടെ, ഒരു കഥയും കൂടെ കേൾക്കാൻ ഭാഗ്യം കിട്ടി. സന്തോഷം. പ്രത്യേക അഭിനന്ദനം. സാറിനെ കുറിച്ച് എല്ലാവർക്കും ഇതേ പറയാനുള്ളൂ.
സാറേ കേൾക്കുന്നില്ല. വോയിസ് ബ്രേക്ക് ആവുന്നു സാറേ. സാറ് കട്ടായി പോയി. കൂടെ കൂടെ ഒന്ന് ബ്രേക്ക് ആകുന്നുണ്ടായിരുന്നു. അത് എനിക്ക് മാത്രമാണോ എന്ന് അറിയില്ല. സാർ തുടക്കം മുതൽ പറയണേ, ഞങ്ങളൊന്നും കേട്ടില്ല, അതങ്ങ് പോയി, മുറിഞ്ഞുപോയി. അതെ. അല്ല, ഞാൻ പറഞ്ഞ ഇത് എനിക്ക് മാത്രമാണോ എന്ന് അറിയില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുറിഞ്ഞുന്നുണ്ടായിരുന്നു ഇന്നത്തെ പ്രോഗ്രാമിൽ ഉടനീളം. എനിക്ക് മാത്രമാണോ അവിടെ ഉണ്ടായോ എന്ന് അറിയില്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് കേട്ടില്ലെന്നാണോ? അതെ സാർ സാർ പറഞ്ഞേ മുറിഞ്ഞു കേട്ടില്ല. പോയി സാറേ, ഒന്നും കേട്ടില്ല. സാറ് പറഞ്ഞോളൂ, കേൾക്കാം. അല്ല, ഞാൻ പറഞ്ഞു നിർത്തിയതായിരുന്നു. അല്ല, ഞാൻ ഈ രണ്ട് കാര്യം പറഞ്ഞേ. ഒന്ന് ടാപ്പിന്റെ കാര്യം പറഞ്ഞു, ഒന്ന് കൃഷ്ണൻ പറഞ്ഞ കാര്യവും പറഞ്ഞു. ആ രണ്ട് കാര്യം ഞാൻ സൂചിപ്പിച്ചുള്ളൂ. അത് രണ്ടും വളരെ അന്വർത്ഥമായി തോന്നിപ്പോയി എന്ന് പറയുക ഈ സന്ദർഭത്തിൽ. ലാഫ്സൻ സാറിന്റെ പ്രസന്റേഷനും അതെ തിരഞ്ഞെടുക്കുന്ന കഥകളും എന്നും എന്താ പറയണേ, കുറെ സമയം മനസ്സിലിരുന്ന് ഇങ്ങനെ തട്ടിക്കളിക്കുന്നതാണ്. ചിലപ്പോ കുത്തി നോവിക്കുന്നു, അല്ലെങ്കിൽ അതെ മറക്കാൻ പറ്റാത്ത വിധത്തിലാക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അതും കേട്ടില്ലേ? അല്ല, ഇപ്പൊ പറഞ്ഞ എല്ലാം കേട്ടു സാറേ. സാബു സാറൊന്നും പറഞ്ഞില്ലല്ലോ. തിരക്കിലാണോ? സാറ് പറഞ്ഞ പോലെ എന്റെ മോളും പേരക്കുട്ടികളും UK-ലാണ്. അടിക്കാൻ പാടില്ല സാറേ അവിടെ. എന്നിരുന്നാലും അത്യാവശ്യം അടിയും പിച്ചെല്ലാം കൊടുക്കാറുണ്ട് അവിടെ. സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ നിന്ന് ചോദിക്കുന്ന ഒറ്റൊരു ചോദ്യമാണ് മൊത്തത്തില്, ആർ യു ഹാപ്പി എന്ന് പറയുമ്പോ ഹാപ്പി അല്ലാത്തവര് കൈ പൊക്കിയാല് പണി അച്ഛനും അമ്മക്കും കിട്ടും. കേൾക്കാമോ സാർ? കേൾക്കാം. ഇപ്പൊ ഈ പത്രങ്ങളിലൊക്കെ അതേപോലെ ഈ വലിയ നമ്മുടെ യുവജന നേതാക്കന്മാരും ഒക്കെ 40 കേസിൽ 30 കേസിൽ ഒക്കെ അകപ്പെട്ടവര്, അപ്പോ ആരോടും കയർത്ത് സംസാരിക്കുന്നവർ, എല്ലാ അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ, പക്ഷെ അവര് വലിയ പദവികളിലൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട്, ഇവരുടെ അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ ഇവരെ എങ്ങനെയാണ് ഈ വളർത്തിയത്? മോൻ നല്ല ഒന്നാന്തര അക്രമിയായിട്ട് പക്ഷെ പദവികളൊക്കെ ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ ഈ വളർത്തി വിടുന്ന അച്ഛനമ്മമാരൊക്കെ ആഹ്ലാദിക്കുന്നുണ്ടാവും ഈ മക്കൾ അന്യരെ ഉപദ്രവിക്കുമ്പോൾ. ഇപ്പൊ പാലക്കാട് തന്നെ ഭാര്യയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചു. ഒരു ഭർത്താവ് വളരെ ബന്ധപ്പെട്ട് ചെന്നൈയിൽ നിന്ന് വന്നിട്ട് ഭാര്യയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചു. അതേപോലെ തന്നെ ഈ മാരകമായിട്ട് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരെയൊക്കെ കാണുമ്പോഴും ഒക്കെ ഈ വളർത്തുദോഷം, പക്ഷെ ഈ വളർത്തുദോഷങ്ങളിൽ കുറെ അധികം ഈ ആഹ്ലാദത്തോടു കൂടി കൊടുക്കുന്ന അച്ഛനമ്മമാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വലിയ നേതാക്കന്മാർ ഒരുപാട് കേസുകളിലൊക്കെ ഉൾപ്പെടുമ്പോൾ ഒക്കെ ഇവരുടെ രക്ഷിതാക്കൾ ഈ മക്കളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നില്ലേ എന്നൊക്കെ തോന്നാറുണ്ട്. അപ്പൊ അത് നമ്മൾ ഈ നാട്ടുമ്പുറത്തെ സാധാരണക്കാരായതുകൊണ്ടായിരിക്കും നമ്മൾ ഈ പടവുകൾ കയറി പോകുന്ന നേതാക്കന്മാർക്ക് അതേപോലെ കുറ്റം പറയല്ലേ, ഇനി ചോരച്ചാലുകൾ നീന്തി വന്നു എന്നൊക്കെ പറഞ്ഞ്, അവനവന്റെ ചോരയല്ലല്ലോ ഈ നീന്തി വരുന്ന ചോര, ആരന്റെ ചോരയല്ലേ? ആരാന്റെ ചോരച്ചാലിൽ നീന്തി ഞാൻ കയറി വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒക്കെ എന്തൊരു ഗ്ലോറിഫൈഡ് ആയിട്ടാണ് ഇതൊക്കെ ചിത്രീകരിക്കപ്പെടുന്നത്. വല്ലവരെയൊക്കെ കൊന്നിട്ട് അല്ലെങ്കിൽ വല്ലവനെയൊക്കെ ഉപദ്രവിച്ചിട്ട്
ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ കാണുമ്പോൾ സാറ് പറഞ്ഞ കഥയുടെ കൂട്ടത്തിൽ ഈ പേരന്റിങ്ങിന്റെ ഒരു വലിയ ദുഃഖം നമുക്കും തോന്നാറുണ്ട്. ഈ മക്കള് അക്രമികളൊക്കെ ആകുന്നതൊക്കെ ഉത്തരവാദികള് ഈ അച്ഛനമ്മമാരൊക്കെ തന്നെ എന്ന് നമ്മൾ പറഞ്ഞ് പരസ്പരമെങ്കിലും നമുക്ക് പറയാലോ അങ്ങനെ ഉള്ള കാര്യമാണെന്ന്. അപ്പോൾ സാറ് ഈ സാറിന്റെ രണ്ടാം ഘട്ടത്തിൽ പറഞ്ഞപ്പോൾ ഞാനത് അങ്ങനെ ഒരു കമന്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം രമാവതി ടീച്ചറൊക്കെ എപ്പോഴും ഈ ഒരുപാട് ഗുണപാഠങ്ങളും ഒക്കെ ഇങ്ങനെ പറയാറുണ്ട് ആസ്വാദനത്തിന്റെ ഭാഗമായിട്ട്. ഇപ്പൊ ഞാനും വൈഫും അത് കേട്ടിട്ട് പറയാറുണ്ട്. എന്റെ വൈഫ് ചോദിച്ചു, മാഡം ഒരു അധ്യാപികയാണോ എന്ന് ചോദിച്ചു. അപ്പൊ പിന്നീടാണ് ഞാൻ അറിഞ്ഞ അധ്യാപിക അങ്ങനെ ഒരു അധ്യാപിക എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അധ്യാപികയും കൂടെ ആണ് എന്ന് അറിഞ്ഞത്. എന്തായാലും ഈ സായാഹ്ന ചർച്ചകളൊക്കെ നമ്മുടെ സായാഹ്ന ചർച്ചകളൊക്കെ വളരെ ഇതുപോലുള്ള നല്ല കാര്യങ്ങളൊക്കെ പരസ്പരം പറയാനുള്ള ഒരു വേദിയായിട്ട് മാറുന്നു, നല്ല കഥ കേൾക്കുന്നു എന്നൊക്കെ ഉള്ളത് വലിയ സന്തോഷകരമായ കാര്യം തന്നെ അല്ലേ? എല്ലാവരും ചോദിക്കും സാറേ, കിലുക്കത്തിൽ പറഞ്ഞ പോലെ അധ്യാപികയാണ്. ഞാൻ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോകുന്നോണ്ടായിരിക്കുമോ എന്നറിയില്ല. ചിലവരോട് ഞാൻ ചോദിക്കും എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. അല്ല, മാഡത്തിന്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. ഓരോരോ അഭിപ്രായം പറയാം. താങ്ക് യു സർ. എന്തായാലും എന്റെ കഥ കേൾക്കാൻ സാറ് പ്രോഗ്രാം കൂടെ മാറ്റി വെച്ചെന്ന് കാണുമ്പോ ഞാൻ വളരെയധികം അഭിമാനിക്കുകയാണ്. അങ്ങനെ ഒരു സാറെ പോലെ ആള്, അങ്ങനെ നല്ല വായനാശീലമുള്ള ആള് എന്റെ ഒരു കഥ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ സമയം മാറ്റി വെച്ചെന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നുന്നു. എന്തായാലും സന്തോഷായി. അതിന്റെ ഗുണമേന്മയാണ് സാർ ഞാൻ പറഞ്ഞത്, അല്ലാതെ അങ്ങനെ സാറിനെ പൊഴുത്തിയതല്ല. സാറിന്റെ കഥകളുടെ ഗുണമേന്മ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഓക്കെ സാർ. സാബു സാർ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. നമുക്കെന്നാ സാബു സാറിനെ കാണാത്തപ്പോ നമുക്കെന്നാ അവസാനിപ്പിച്ചാലോ? അവസാനിപ്പിക്കാം. ലീവ് ചെയ്ത് പോവാം അല്ലേ? അതെ അതെ അതെ. എത്തുമായിരിക്കും സാറേ. ഇപ്പൊ 8 മണി ആവുന്നതല്ലേ ഉള്ളൂ. ജസ്റ്റ് ഇപ്പൊ വരും സാറ്. ഇല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോയേനെ. എല്ലാരും പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലെ? സൗണ്ട് ഒക്കെ ശരിയായോ റോയ് സാറേ? റോയ് സാറെ കേൾക്കുന്നില്ല. സൗണ്ട് വരുന്ന അൺമ്യൂട്ട് ചെയ്തിരിക്കുക സാർ. മ്യൂട്ട് ചെയ്തിരിക്കുക, അൺമ്യൂട്ട് ആവും. മ്യൂട്ട് ചെയ്തിരിക്കുക. സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ക്ലോസ് ചെയ്യാൻ. എല്ലാരും സംസാരിച്ചു കഴിഞ്ഞു. ഓക്കെ. ആ സാർ പോയോ? ഓക്കെ. ജോഷി സാർ പറഞ്ഞോ? ജോഷി സാർ പറഞ്ഞില്ലേ? ജോഷി സാറ് രംഗത്ത് വന്നില്ല. ജോഷി സാർ ഇപ്പൊ ജോയിൻ ചെയ്തേ ഉള്ളൂ തോന്നുന്നു. ഞാൻ വന്നതേ ഉള്ളൂ കേട്ടോ. ഞാനാ ഏറ്റവും അവസാനത്തെ വണ്ടി. തകർപ്പൻ കഥയായിരുന്നു. സാറ് കേട്ടില്ലല്ലോ. കേട്ടില്ല. കേട്ടാൻ പറ്റും. മലയാള കഥയായിരുന്നോ ഇംഗ്ലീഷ് കഥയാണോ? നെറ്റ്വർക്ക് പ്രശ്നം തോന്നുന്നു അല്ലേ? ആകെ സൗണ്ട് പ്രശ്നം. സാറേ മലയാളം ഓക്കെ. അപ്പൊ നമുക്ക് നാളെ. ഓക്കെ, ഞാനത് കേട്ടോളാം. ഓക്കെ സാർ, താങ്ക് യു. അപ്പൊ വൈൻഡപ്പ് ചെയ്തേക്കാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. സീ യു.